ഗൾഫ് ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രവാസ ലോകത്തെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ദിർഹത്തിനെതിരെ ഇന്ത്യൻ രൂപ അധികം വൈകാതെ 24-ലെത്തുമെന്ന റിപ്പോർട്ടുകൾ പ്രവാസികൾക്കേറെ സന്തോഷമുണ്ടാക്കുന്നു. 2024 വരെ കണ്ട കുറവ് തുടരുന്ന രൂപയുടെ ഇടിവ് UAE-യിലെയും ഇതര ഗൾഫ് രാജ്യങ്ങളിലെയും ഇന്ത്യൻ പ്രവാസികൾക്ക് നാട്ടിലേക്ക് പണമയക്കാനുള്ള ആവേശം വർദ്ധിപ്പിച്ചു. ദുർബലമായ ഇന്ത്യൻ രൂപയിലൂടെ കൂടുതൽ സഹായം പ്രതീക്ഷിക്കാം. ഇന്ത്യൻ രൂപ എക്കാലത്തെയും താഴ്ന്ന നിരക്കായ 23.95 ദിർഹത്തിൽ നിന്നും പിന്നോട്ട് പോയെങ്കിലും സമ്മർദ്ദം പൂർണ്ണമായും കുറഞ്ഞോ എന്ന് ഇതുവരെ സൂചന ലഭിച്ചിട്ടില്ല. വർഷാരംഭം മുതൽ ഡോളറിനെതിരെ ഇന്ത്യൻ രൂപ 2.8% കുറഞ്ഞു. അതായത് 2025-ൽ ഇന്ത്യ മറ്റ് ഏഷ്യൻ കറൻസികളെക്കാൾ പിന്നിലായി എന്ന് SSBCയുടെ ഇന്ത്യൻ സമ്പദ്വ്യവസ്ഥയെക്കുറിച്ചുള്ള പുതിയ അപ്ഡേറ്റ് പറയുന്നു. ഇന്ത്യൻ രൂപ US ഡോളർ സ്ഥിതിയിലെ ഏറ്റവും പുതിയ പുരോഗതി വിശാലമായ ഡോളർ സൂചികയിലെ ബലഹീനതകളുടെ ലക്ഷണങ്ങളുമായി വളരെയധികം ബന്ധപ്പെട്ടിരിക്കുന്നു. അവയിൽ ഭൂരിഭാഗവും താരിഫുകളെ ചൊല്ലി ട്രംപ് നടത്തിയ വാഗ്ദാനത്തിൽ നിന്നാണ്. ട്രംപിന്റെ പുതിയ താരിഫ് ചർച്ചയിൽ ഇന്ത്യൻ രൂപ ദിർഹത്തിനെതിരെ 23.94 എന്ന പുതിയ താഴ്ന്ന നിലയിലേക്ക് താഴുകയായിരുന്നു. രൂപ ദുർബലമായതിനാൽ UAE-യിലെ ഇന്ത്യൻ പ്രവാസികൾ കുറച്ചുകൂടി അടുത്ത പണമടയ്ക്കലിന് കാത്തിരുന്നേക്കാം. റമലാനിൽ മക്കയിലെ ഹറം പള്ളിയിലേക്കുള്ള തീർത്ഥാടകരുടെ വൻ പ്രവാഹം കണക്കിലെടുത്ത് സ്ത്രീകൾക്ക് സുരക്ഷിതമായും ശാന്തമായും പ്രാർത്ഥന നടത്തുന്നതിന് അധികൃതർ പ്രത്യേക ഇടങ്ങളൊരുക്കി. ഗ്രാൻഡ് മസ്ജിദിന്റെയും പ്രവാചക പള്ളിയുടെയും കാര്യാലയങ്ങൾക്കായുള്ള ജനറൽ അതോറിറ്റിയാണ് ഹറം പള്ളിക്കുള്ളിൽ സ്ത്രീകൾക്കായി പ്രത്യേക പ്രാർത്ഥനാ മുറികൾ ഒരുക്കിയതായി പ്രഖ്യാപിച്ചത്. ഇസ്ലാമിന്റെ ഏറ്റവും പുണ്യസ്ഥലമായ മക്കയിലെ ഏറ്റവും തിരക്കേറിയ ഈ സീസണിൽ വനിതാ തീർത്ഥാടകർക്ക് മികച്ച സൗകര്യങ്ങൾ ഒരുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് നടപടി. പുതുതായി സജ്ജീകരിച്ച പ്രാർത്ഥനാ മുറികൾക്കുള്ളിൽ സ്ത്രീകൾക്ക് ഓൺസൈറ്റ് ഹെൽത്ത് കെയർ പിന്തുണ ഉൾപ്പെടെയുള്ള സംയോജിത സേവനങ്ങളും ലഭ്യമാണ്. ഇവർക്കായി അടിയന്തര മെഡിക്കൽ ടീമുകളെ സമീപത്ത് വിന്യസിച്ചിട്ടുണ്ടെന്നും അധികൃതർ അറിയിച്ചു. ആത്മീയ അനുഭവം ആഗ്രഹിക്കുന്നവർക്കായി ഖുർആൻ മനഃപാഠമാക്കാനും പാരായണം ചെയ്യാനുമുള്ള പരിശീലനങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. അറബി ഭാഷ അറിയാത്തവർക്കായി ഖുർആനിന്റെ വിവർത്തനം ചെയ്ത പകർപ്പുകളും അതോറിറ്റി ലഭ്യമാക്കിയിട്ടുണ്ട്. അതേസമയം തിരക്ക് തടയുന്നതിനായി എൻട്രി എക്സിറ്റ് റൂട്ടുകൾ ശ്രദ്ധാപൂർവമാണ് അധികൃതർ ക്രമീകരിച്ചിരിക്കുന്നത്. ആചാരങ്ങൾ ശരിയായി നിർവഹിക്കുന്നതിന് സഹായം തേടുന്നവർക്ക് മാർഗനിർദ്ദേശവും മതപരമായ കൗൺസിലിംഗും നൽകാൻ പരിശീലനം ലഭിച്ച ജീവനക്കാരെയും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഭിന്നശേഷിക്കാരായ സ്ത്രീകൾക്കായി പ്രത്യേക പ്രാർത്ഥനാ ഇടങ്ങളും അനുവദിച്ചിട്ടുണ്ട്. വീൽചെയറിൽ പ്രവേശിക്കാവുന്ന പാതകൾ ഉൾപ്പെടെയുള്ള അടിസ്ഥാന സൗകര്യങ്ങളും ഇവിടെ സജ്ജമാണ്. ഇതിനിടെ റമലാനിലെ ഏറ്റവും തിരക്കേറിയ ഉംറ സീസണിൽ മക്കയിലെ സുരക്ഷാ സംവിധാനങ്ങൾ കൂടുതൽ ശക്തമാക്കി. തത്സമയം പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കുന്നതിനും കൈകാര്യം ചെയ്യുന്നതിനുമായി നഗരത്തിലെ പ്രധാന നിയന്ത്രണ കേന്ദ്രത്തിൽ 200-ലധികം സ്മാർട്ട് സ്ക്രീനുകൾ വിന്യസിച്ചു. കുവൈറ്റിൽ കൊല്ലപ്പെട്ടവർക്ക് പകരം കൊലയ്ക്ക് ഉത്തരവാദികളായവർ നൽകേണ്ട പ്രായശ്ചിത്ത തുകയായ ബ്ലഡ് മണി ഇരട്ടിയായി വർദ്ധിപ്പിച്ച് മന്ത്രിസഭ. 4 പതിറ്റാണ്ടിനിടയിൽ ആദ്യമായാണ് കുവൈറ്റ് ബ്ലഡ് മണി വർദ്ധിപ്പിക്കുന്നത്. കഴിഞ്ഞ 40 വർഷത്തിലേറെയായി രാജ്യത്ത് 10,000 ദിനാറാണ് ബ്ലഡ് മണിയായി കണക്കാക്കിയിരുന്നത്. ഇത് നേരെ 20,000 ദിനാറായി ഉയർത്തിയിരിക്കുകയാണ് മന്ത്രിസഭ. ഇത് 56 ലക്ഷത്തിലേറെ ഇന്ത്യൻ രൂപയ്ക്ക് സമാനമാണ്. കൊല്ലപ്പെട്ടവരുടെ ബന്ധുക്കൾക്ക് കൊലയാളി നൽകേണ്ട തുകയാണ് ബ്ലഡ് മണി. ഇതുമായി ബന്ധപ്പെട്ട് രാജ്യത്ത് നിലവിലുള്ള 1980-ലെ 67-ാം നമ്പർ ഡിക്രി നിയമം പ്രകാരം നിലവിൽ വന്ന സിവിൽ കോഡിന്റെ ആർട്ടിക്കിൾ 251 ഭേദഗതി ചെയ്താണ് രക്തപ്പണം ഇരട്ടിയായി വർദ്ധിപ്പിച്ചിരിക്കുന്നത്. 2025-ലെ ഡിക്രി ലോ നമ്പർ 8 പ്രകാരം പുതിയ മാറ്റം നിലവിൽ വന്നതായി കുവൈറ്റ് മന്ത്രിസഭ പ്രഖ്യാപിച്ചു. വർഷങ്ങളായുള്ള സാമ്പത്തിക മാറ്റങ്ങളുടെ ഫലമായാണ് ഈ വർധനവ് അനിവാര്യമായതെന്ന് മന്ത്രിസഭ വ്യക്തമാക്കി. അതേസമയം രാജ്യത്തെ വ്യക്തിഗത വരുമാനത്തിലുണ്ടായ വർധനവും പണത്തിന്റെ വാങ്ങൽ ശേഷിയിലുണ്ടായ കുറവുമാണ് പുതിയ വർധനവിലേക്ക് നയിച്ചത്. 1980-ലെ നിയമത്തിലെ ആർട്ടിക്കിൾ 251-ൽ നിർദ്ദേശിച്ചിരിക്കുന്ന യഥാർത്ഥ തുക നിലവിലെ സാമ്പത്തിക യാഥാർത്ഥ്യങ്ങളെ പ്രതിഫലിപ്പിക്കുന്നില്ലെന്നും ഇരകൾക്ക് ഇതുവഴി ന്യായമായ നഷ്ടപരിഹാരം ലഭിക്കുന്നില്ലെന്നും അക്രമം തടയുക എന്ന ലക്ഷ്യം നിറവേറ്റാൻ ഈ തുക മതിയാവില്ലെന്നും മന്ത്രിസഭാ യോഗം വിലയിരുത്തി.
രാജ്യത്തുടനീളമുള്ള സർക്കാർ മേഖലാ ജീവനക്കാരുടെ ഈദുൽ ഫിത്തർ അഥവാ ചെറിയ പെരുന്നാൾ അവധി തീയതികൾ കൂടി UAE ഭരണകൂടം അധികൃതർ പ്രഖ്യാപിച്ചു. ഹിജ്റ കലണ്ടർ പ്രകാരം ഹിജ്റ വർഷം 1446 ഷവ്വാൽ 1 അവധി ആരംഭിച്ച് ഷവ്വാൽ 3 അവസാനിക്കുമെന്ന് ഫെഡറൽ അതോറിറ്റി ഫോർ ഗവൺമെന്റ് ഹ്യൂമൻ റിസോഴ്സസ് അറിയിച്ചു. ഈദുൽ ഫിത്തർ അവധിക്ക് ശേഷം ഔദ്യോഗിക പ്രവർത്തനങ്ങൾ ഷവ്വാൽ 4 പുനരാരംഭിക്കും. വിശുദ്ധ റമലാൻ മാസം 30 ദിവസം പൂർത്തിയാക്കിയാൽ റമലാൻ 30 ഈദുൽ ഫിത്തർ അവധി ദിവസങ്ങളോടൊപ്പം ഔദ്യോഗിക അവധിയായിരിക്കും. മാർച്ച് 1 റമലാൻ ആരംഭിച്ച UAEയിൽ ചെറിയ പെരുന്നാളിന്റെ മാസപ്പിറവി നോക്കുന്നത് മാർച്ച് 29 ഹിജ്റ കലണ്ടർ പ്രകാരം മാസങ്ങൾക്ക് 29 അല്ലെങ്കിൽ 30 ദിവസങ്ങളായിരിക്കും ഉണ്ടാവുക. വിശുദ്ധ റമലാൻ മാസം പൂർത്തിയായ ശേഷം തൊട്ടടുത്ത അറബി മാസമായ ഷവ്വാൽ 1 ഈദുൽ ഫിത്തർ ആഘോഷിക്കുന്നത്. മാർച്ച് 29 ചന്ദ്രക്കല കണ്ടാൽ ജോർജിയൻ കലണ്ടർ പ്രകാരം മാർച്ച് 30 ഞായറാഴ്ച ഈദുൽ ഫിത്തർ ആയിരിക്കും. ഇത് പ്രകാരം സർക്കാർ ജീവനക്കാർക്ക് ഏപ്രിൽ 1 വരെ 3 ദിവസത്തെ ഈദുൽ ഫിത്തർ അവധിയായിരിക്കും. രാജ്യത്തുടനീളമുള്ള മിക്ക ജീവനക്കാർക്കും ശനിയാഴ്ച വാരാന്ത്യമായതിനാൽ മാർച്ച് 29 മുതൽ ഏപ്രിൽ 1 വരെ 4 ദിവസത്തെ അവധിയായിരിക്കും ലഭിക്കുന്നത്. അതേസമയം മാർച്ച് 29 മാസപ്പിറവി കാണാതിരിക്കുകയും റമലാൻ 30 ദിവസം നീണ്ടു നിൽക്കുകയും ചെയ്താൽ ഷവ്വാൽ മാസത്തിലെ ആദ്യ ദിവസം മാർച്ച് 31 തിങ്കളാഴ്ചയായിരിക്കും. ഇതോടെ മാർച്ച് 31 മുതൽ ഏപ്രിൽ 2 വരെയുള്ള 3 ദിവസങ്ങൾ ഈദ് അവധിയായി മാറും. ഈ സാഹചര്യത്തിൽ മാർച്ച് 29 മുതൽ ഏപ്രിൽ 2 വരെ നീണ്ടു നിൽക്കുന്ന 5 ദിവസത്തെ വാരാന്ത്യമാണ് UAE ജീവനക്കാർക്ക് ലഭിക്കുക. ഷാർജയിലെ പൊതുമേഖലാ തൊഴിലാളികൾക്ക് വെള്ളിയാഴ്ച കൂടി വാരാന്ത്യ അവധിയായതിനാൽ ഇവിടെയുള്ളവർക്ക് ഈദുൽ ഫിത്തറിന് 6 ദിവസം വരെ അവധി ലഭിക്കും. പ്രവാസികൾ ഉൾപ്പെടെ ദശലക്ഷക്കണക്കിന് ആളുകൾ UAEയിൽ താമസിക്കുകയും ജോലി ചെയ്യുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ സ്വകാര്യ മേഖലയിലെ തൊഴിൽ നിയമങ്ങളെക്കുറിച്ചും ജീവനക്കാർക്ക് നിയമം ഉറപ്പു നൽകുന്ന അവകാശങ്ങളെക്കുറിച്ചും പലരും ബോധവാന്മാരല്ല. അതുകൊണ്ട് തന്നെ പലരും വലിയ ചൂഷണത്തിനും വിധേയരാകുന്നു. രാജ്യത്ത് താമസിക്കുന്ന മുഴുവൻ ജീവനക്കാരും അവരുടെ ഉത്തരവാദിത്തവും അവകാശങ്ങളെക്കുറിച്ചും ബോധവാന്മാരാകേണ്ടതുണ്ടെന്നും തൊഴിൽ മന്ത്രാലയം അറിയിച്ചു. UAEയിലെ ജോലി സമയം UAE തൊഴിൽ നിയമത്തിലെ ആർട്ടിക്കിൾ 65 സ്വകാര്യ മേഖലയിലെ സാധാരണ ജോലി സമയം പ്രതിദിനം 8 മണിക്കൂറോ ആഴ്ചയിൽ 48 മണിക്കൂറോ ആയി നിർവചിച്ചിട്ടുണ്ട്. ദുഷ്കരമോ അനാരോഗ്യമോ ആയ ജോലികളിലും വ്യവസായങ്ങളിലും ഒരു ദിവസം 7 മണിക്കൂർ കൂടുതൽ ജോലി ചെയ്യുന്നതും നിരോധിച്ചിരിക്കുന്നു. പ്രതിവാര അവധി ഷാർജ സർക്കാർ ജീവനക്കാർക്ക് ആഴ്ചയിൽ 3 ദിവസത്തെ അവധി നൽകി വരുന്നുണ്ട്. 2022 നടത്തിയ ഒരു സർവേയിൽ 4 ദിവസത്തെ പ്രവൃത്തി ആഴ്ച നടപ്പിലാക്കിയതിനു ശേഷം ജീവനക്കാർ ഉൽപാദനക്ഷമതയിൽ 88% വർധനവും ജോലി സംതൃപ്തിയിൽ 90% വർധനവും റിപ്പോർട്ട് ചെയ്തതായി കണ്ടെത്തി. മറ്റ് എമിറേറ്റുകളിൽ വെള്ളിയാഴ്ച ഉച്ച മുതൽ തിങ്കളാഴ്ച വരെയുള്ള ദിവസങ്ങൾ ലീവാണ്. നോട്ടീസ് കാലയളവ് UAE തൊഴിൽ നിയമപ്രകാരം കരാറിൽ സമ്മതിച്ച നോട്ടീസ് കാലയളവ് പാലിക്കാൻ ഒരു ജീവനക്കാരൻ ബാധ്യസ്ഥനാണെന്നും നിയമം അനുശാസിക്കുന്നു.